Hello friends, welcome back to YouTube channel Andrea. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമുക്കൊരു റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ മീൻസ് ഇപ്പം നമ്മൾ ഫേവറേറ്റ് കസിൻ, ഫേവറേറ്റ് ഫുഡ്, നമ്മളിപ്പം എൻ്റെ കാര്യം മൊത്തവും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് വന്നിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ബട്ട് എനിക്കാണെങ്കിൽ സിറ്റുവേഷൻ കറക്റ്റ് അല്ലായിരുന്നു, ഓണം സെലിബ്രേഷനൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇന്നാണ് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കാണണം. പിന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. പിന്നെ ഓരോ ടോപ്പിക്കൊക്കെ പറഞ്ഞോളൂ, ഞാൻ നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലോങ് വീഡിയോ എൻ്റെ ചാനലിൽ എന്താ ഇടാത്തതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലോങ് വീഡിയോ ചാനൽ ഇടാത്തതെന്ന് പറഞ്ഞാൽ ലോങ് വീഡിയോ നമ്മൾ ഫുൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ഷോർട്സിലാണ് നമ്മളിപ്പം മിനി വ്ലോഗായിട്ടും നമ്മൾ ഷോർട്സിലാണ് കൂടുതലും ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഷോർട്സ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഷോർട്സ് ആയിട്ടാണ് ഞാൻ ഫുൾ ഇടുന്നത്. റീൽസ് ആയാലും മിനി വ്ലോഗ് ആയാലും ഡേ ഇൻ മൈ ലൈഫ് ആയാലും മോർണിംഗ് റുട്ടീൻ ആയാലും എല്ലാം ഞാൻ ഷോർട്സിലാണ് ഇടുന്നത്. അപ്പോൾ ലോങ് വീഡിയോ ഞാൻ അത്രയ്ക്ക് ഇടാറില്ല. 3-4 വീഡിയോ എങ്ങാണ്ട് ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ടുള്ളൂ ഇതുവരെ ആയിട്ട്. അപ്പോൾ ബട്ട് നമുക്കാണെങ്കിൽ കുറേ പേര് സബ്സ്ക്രൈബ് നമുക്ക് ചെയ്തു. പിന്നെ നല്ല സപ്പോർട്ടും ഉണ്ട്, വ്യൂസ് ഉണ്ട്, ലൈക്സ് ഉണ്ട്. ബട്ട് നിങ്ങൾ കുറച്ചും കൂടി ഒരു എനർജറ്റിക് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾ പറയുന്നില്ല ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ കുറച്ച് സിറ്റുവേഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഫാമിലി എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പം ഒക്കെ വരെ ഇച്ചിരി ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അവളവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഫോൺ കാണാൻ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചാനൽ ലോങ് വീഡിയോ എന്തെങ്കിലും ഇടാത്തത്. അപ്പോൾ അതിനുള്ള ആൻസർ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഷോർട്ട് സ്പീഡായിട്ടായിരിക്കും കുറച്ചും കൂടി ഇടുന്നത്. കാരണം നമുക്ക് സിമ്പിളായാലും എഡിറ്റ് ചെയ്യാനായാലും ഇതായത് ഷോർട്ട്സ് ചെയ്യുന്നതാണ് സിമ്പിൾ. അപ്പോൾ നമുക്ക് 60 സെക്കൻഡ് ഉണ്ടല്ലോ ഷോർട്ട്സ് ചെയ്യുന്നതിന്. അപ്പം 60 സെക്കൻഡ് ഉള്ളതുകൊണ്ട് തന്നെ ഷോർട്സിലാണ് ഞാൻ കൂടുതലും ഇടുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമുക്ക് ലോങ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാം. അപ്പം പിന്നെ ഇപ്പോൾ 80 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്സും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് യൂട്യൂബ് ചാനലിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും നല്ല സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം സെക്കൻഡ് ചാനലിലോട്ട് കയറിയപ്പം ആ സപ്പോർട്ട് ചെറുതായിട്ടൊരു ലേശം കുറഞ്ഞോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം പിന്നെന്തുവാ നമ്മുടെ അങ്ങനെ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ എൻ്റെ ഡയറിയിൽ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഡയറി അല്ല, ഒരു നോട്ട്ബുക്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് എടുത്തിട്ട് വരാം. ഓക്കെ, സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ലൈറ്റ് ഇഷ്യൂ കാണും കേട്ടോ. കാരണം ഇത് ഈവനിങ് ഒരു 6:45 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇച്ചിരി ലൈറ്റ് ഇഷ്യൂസ് കാണും. ഞാൻ റിംഗ് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ. പിന്നെ ഇനി പറയാൻ പോകുന്നത്, അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ. നമുക്കത് നോക്കാം. അപ്പോൾ ഇത് ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റായിട്ട് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഫേവറേറ്റ് കസിൻസ്. അപ്പം എനിക്ക് സിബ്ലിങ്സ് ഉണ്ട്. അപ്പോൾ സിബ്ലിങ്സ് എന്നല്ല, ഒരു സിബ്ലിങ് ഉള്ളത്. എനിക്കൊരു സിസ്റ്ററാണുള്ളത്. അപ്പോൾ അവളുടെ നെയിമാണ് ഫ്ലോറ. അപ്പം ഞങ്ങൾ 2 മക്കളാണ് കേട്ടോ. അപ്പം അവളുടെ പേരാണ് ഫ്ലോറ. അവളിപ്പോൾ 2nd സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. ഞാനിപ്പോൾ 8th പഠിക്കുന്നത്. അപ്പോൾ അതും ഒരു റിക്വസ്റ്റ് ആയിട്ടാണ്. ഞാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 8th കേട്ടോ. അപ്പം എൻ്റെ സ്കൂൾ ഏഞ്ചൽസ് ആർ സീനിയർ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പം എൻ്റെ സ്കൂളിൻ്റെ നെയിം ചോദിച്ചിട്ടുണ്ട്. എൻ്റെ സ്കൂളിൻ്റെ നെയിം ഏഞ്ചൽസ് ആർ സീനിയർ സെക്കൻഡറി സ്കൂൾ കല്ലുംമൂടാണ്. അപ്പോൾ ഞങ്ങളുടെ പ്ലേസ് എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്ലേസ് ഇപ്പം കായംകുളത്ത് നമ്മുടെ കുന്നാംകുറ്റി
അവിടെയാണ് ഞങ്ങളിപ്പോൾ അവിടുത്തെ പ്ലേസ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫ്ലാറ്റിലാണ്. പിന്നെ എന്തുവാ ഫേവറേറ്റ് കസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസിൻസായിട്ട് എനിക്ക് കുറച്ച് പേരുണ്ട്, കുറേ പേരുണ്ടെന്ന് പറയും. അപ്പം എനിക്കൊരു സിബ്ലിംഗ് ഉള്ള അവളുടെ പേരാണ്, അതാണ് ഫ്ലോറ. അവളുടെ പേരാണ് അതാണ് ഫ്ലോറ. അപ്പോൾ അവളുടെ അതാണ് ഫ്ലോറ. എനിക്കൊരു സിസ്റ്റർ, അവളുടെ നെയിമാണ് ഫ്ലോറ. അവൾ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അവളും ഏഞ്ചൽ സർക്കിൾ തന്നെയാണ് പഠിക്കുന്നത്. അപ്പോൾ അവളെയൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. പിന്നെ ഹൂ നോസ് മീ ബെറ്റർ ചെയ്യാമെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. ഹൂ നോസ് മീ ബെറ്റർ നമുക്ക് ചെയ്യാം. അപ്പം അതിൽ ഇച്ചിരി ടൈം വേണം. അപ്പം നമ്മൾ കസിൻസ് ഉള്ള സമയത്ത് ആ വീഡിയോ ചെയ്യും. അപ്പം കസിൻസ് ഉള്ള സമയത്ത് ആ വീഡിയോ ഇപ്പം ഇന്ന് കസിൻസ് വരും, കുറച്ച് പേരില്ല. അപ്പോൾ ഒരു കസിൻ വരും. അപ്പം അവളുമായിട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ഫണ്ണിയായി. അപ്പോൾ നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. എന്തായാലും ഞാനത് ഇടുന്നതായിരിക്കും, അപ്ലോഡ് ചെയ്യാം. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരുങ്ങിയിരിക്കുന്ന പറഞ്ഞാൽ എനിക്ക് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ കേക്കും അതുമൊക്കെ മേടിക്കാൻ പുറത്തു പോയേക്കുമായിരുന്നു. അപ്പോൾ വന്നതേ ഉള്ളൂ. പിന്നെ കസിൻസായിട്ട് എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് 3 മക്കളാണുള്ളത്, 3 പെൺമക്കളാണ്. അപ്പം ആ 3 മക്കളിൽ മമ്മി അടുത്ത് ഞാൻ ചെയ്യുന്നത് കേട്ടോ, അതാണ് സൗണ്ട്. അപ്പം 3 മക്കൾ ഇച്ചിരി തിരക്കാണ് ബർത്ത്ഡേ ആയതുകൊണ്ട്. അപ്പം 3 മക്കളാണുള്ളത് അവർക്ക്. അപ്പം മൂത്തതിന് 2 ചേട്ടന്മാരാണ്, 2 ബോയ്സാണ് അവർക്കുള്ളത്, ജോയലും നോയലും. അപ്പം ജോയൽ ഇപ്പോൾ ബാംഗ്ലൂരിലാണ് പഠിക്കുകയാണ്, നോയൽ ഇപ്പോൾ +2ലാണ്. പിന്നെ 2ാമത്തെ എനിക്ക് ഒരു മോനാണുള്ളത്, അത് എഫ്രോൺ. അപ്പം അതിപ്പം തിരുവല്ലയിലാണ്, തിരുവല്ല മല്ലപ്പള്ളിയിലാണ്. അപ്പം അത് ഇപ്പോൾ പഠിക്കുന്നത് 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. 3ാമത്തെ മമ്മിയുടെ 2 മക്കളാണ്, ഞാനും ഫ്ലോറായും, ആൻഡ്രിയയും ഫ്ലോറായുമാണ്. ഞാനിപ്പോൾ 8th പഠിക്കുന്നത്, അവളിപ്പം 2nd സ്റ്റാൻഡേർഡിലുമാണ് പഠിക്കുന്നത്. ഈ ടോപ്പ് ഞാനാണെങ്കിൽ മീഷോയിൽ ഓർഡർ ചെയ്യാണ് കേട്ടോ. അപ്പം അതങ്ങനെ എന്തിനത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അങ്ങനെ പിന്നെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മോളുടെ അവളാണ് ഏപ്രിൽ. അപ്പം അത് എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ മോളായിട്ട് വരും. അവളുടെ പേരാണ് ഏപ്രിൽ. വീട്ടിൽ വിളിക്കുന്ന നിച്ചു. അപ്പോൾ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന മുത്തെന്നാണ്, ഫ്ലോറയുടെ വീട്ടിൽ വിളിക്കുന്നത് മിയ എന്നാണ്. ഞങ്ങളെല്ലാവരും മിയാച്ചി എന്ന് വിളിക്കും. അപ്പം അപ്പോൾ അവളെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ഞാനും അവളും എന്ന് പറഞ്ഞാൽ നല്ലൊരു ബോണ്ടാണ്. ഞങ്ങൾ കൊച്ചിലേ മുതലേ ഞങ്ങൾക്കറിയാം, കൊച്ചിലേ മുതലേ എന്തുവാണെന്നറിയത്തില്ല. എനിക്കിപ്പം എൻ്റെ ബോയ്സ് എൻ്റെ കസിൻസായിട്ടപ്പോൾ ഞങ്ങൾ 5 പേരാണുള്ളത്. മൂത്തത് 2 എണ്ണവും, 2ാമത്തെ എഫ്രോൺ, ജോയൽ, നോയൽ, എഫ്രോൺ, ആൻഡ്രിയ, ഫ്ലോറ. 5 പേരാണുള്ളത്. 5 പേരിൻ്റെ അകത്ത് ജോയൽ ബാംഗ്ലൂരിൽ, എഴുതി +2, എഫ്രോൺ 7th, ഞാൻ 8th, ഇവള് 2nd. അപ്പം അങ്ങനെ. അപ്പോൾ എനിക്കെല്ലാവരും ഒരേപോലെയാണ്. എല്ലാവരും എത്ര ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ എനിക്ക് 100% ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരേപോലെ ഇഷ്ടം. ബട്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ഇതായിട്ട് വന്നത് ഏപ്രിലോടാണ്. അവിടെ ഞാൻ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്, ഭയങ്കര ബോണ്ടാണ്. കൊച്ചിലേ മുതൽ എന്തോന്നറിയത്തില്ല. അപ്പം 2 ശരീരം ഒരു മനസ്സങ്ങനെയൊക്കെ പറയത്തില്ല. എന്ത് കാര്യം വന്നില്ല, പിണങ്ങിക്കഴിഞ്ഞാലും പിണങ്ങത്തില്ല അങ്ങനെ. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചില സ്ഥലത്ത് വഴക്കിടവിൽ മിണ്ടാതിരിക്കത്തില്ല. അപ്പോൾ ഞാനായാലും അവളായാലും ഇങ്ങോട്ടും, ഞാനാണ് ഇളയത്. ഞങ്ങൾ 7 ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. അവൾ June 17, ഞാൻ June 25, 7 ദിവസത്തെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അവളും ഞാൻ ഭയങ്കര ബോണ്ട്. ഇപ്പം എല്ലാവരും പറയാറുണ്ടത് അവളും ഞാൻ ഭയങ്കര ബോണ്ടാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. തൊണ്ടയ്ക്ക് ഇച്ചിരി ഒരു ഇതുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഓണം സെലിബ്രേഷനൊക്കെ ആയിട്ട് ഞാൻ ഫുള്ള് തിരക്കിലായിരുന്നു. അപ്പം അവളും ഞാൻ നല്ലൊരു ബോണ്ടാണ്. അവൾ നല്ലതാണ്. അവൾ ഇപ്പോൾ 8th തന്നെയാണ് കേട്ടോ. അവൾ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയാണ്, ഏഞ്ചൽ സർക്കിളാണ്. അപ്പോൾ അങ്ങനെ തന്നെ. അപ്പോൾ അവൾ ഞാൻ ഭയങ്കര ബോണ്ടാണ്, എൻ്റെ മുത്താണ്, എൻ്റെ പൊന്നാണ്, എല്ലാം ഞാൻ പറയുന്നത്. ഞാൻ എല്ലാം പറയുന്നത് അവളോടാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അവളോട് ഷെയർ ചെയ്യാറുണ്ട്. അവളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യാറുണ്ട്.
അങ്ങനെ ഇപ്പം ഓപ്പൺ മൈൻഡ്, ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ മൈൻഡാണ്, എല്ലാം ഷെയർ ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ഭയങ്കര ബോണ്ടിങ് ആണ്. അവളുടെ ഏപ്രിൽ എന്നാണ് അവളുടെ പേര്. അപ്പോൾ അങ്ങനെ. ഇനി നെക്സ്റ്റ് ഫേവറേറ്റ് ഫുഡ്. എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കുറേ ഉണ്ട്. പക്ഷെ ഫേവറേറ്റ് ഫുഡ് മന്തിയാണ്, അൽഫാം മന്തി. അപ്പോൾ അൽഫാം മന്തിയാണ് ഫേവറേറ്റ് ഫുഡ്. പിന്നെന്തുവാ ഫേവറേറ്റ് ഹോബി എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഫേവറേറ്റ് ഹോബി ഡാൻസിങ്ങും ഡ്രോയിങ്ങുമാണ്. ഡ്രോയിങ്ങിന് സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ക്ലാഷ് മേക്കിംഗ് ആയിരുന്നു. അത് ക്ലാഷ് മേക്കിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. എൻ്റെ പണ്ടത്തെ സ്കൂളിൽ വെച്ച് ഡ്രോയിങ് കോമ്പറ്റീഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പം എനിക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. പിന്നെ ഡാൻസിന് നമ്മളിങ്ങനെ പ്രോഗ്രാംസിനെ സ്റ്റേജിൽ കയറാറില്ല, കോമ്പറ്റീഷനായിട്ടൊന്നും ഇതുവരെ കയറിയിട്ടില്ല. ബട്ട് പ്രോഗ്രാംസ് എല്ലാത്തിനും കയറിയിട്ടുണ്ട് കേട്ടോ, കുറേ വട്ടം കയറിയിട്ടുണ്ട് പ്രോഗ്രാംസിന്. ഈ സ്കൂളിൽ ഞാൻ ഒരു വട്ടം കയറിയിട്ടുണ്ട്, പണ്ട് സ്കൂളിൽ കുറേ വട്ടം കയറിയിട്ടുണ്ട്. ഡൽഹിയിലായിരുന്ന സമയത്ത് അവിടുത്തെ സ്കൂളിലും കുറേ വട്ടം കയറി. ഇനി കുറച്ചൊരു ഡൗട്ടാണ്, ഡൽഹിയിൽ എന്തായിരുന്നു. ഇപ്പോൾ എൻ്റെ പപ്പയുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയാണ്. അപ്പോൾ പപ്പായും ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ അവിടെ ആയിരുന്നു സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെ സിറ്റുവേറ്റഡ് ആയിരുന്ന സമയത്ത് ഞങ്ങളവിടെ 4 years ആണെന്ന് തോന്നുന്നു ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ അവിടെ ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പം ഇവള് പഠിച്ചിട്ടില്ല അവിടെ, ബട്ട് ഞാൻ ആ സ്കൂളിലായിരുന്നു. അപ്പോൾ എനിക്ക് ഹിന്ദിയൊക്കെ നല്ലപോലെ അറിയാം. അപ്പം ആ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ CBSE സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഞാൻ ഡൽഹിയിലായിരുന്നു. ഇടയ്ക്കിടയ്ക്കത്തെ കാര്യം ഞാൻ പറയുമ്പോഴും ഡൽഹിയിൽ പറയാറുണ്ട്. അപ്പോൾ അത് ഞാൻ അവിടെയാണ് സിറ്റുവേറ്റഡ്, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നത്, അപ്പോൾ അത് ക്ലിയർ ആക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലാണ്. വീട് കായംകുളത്താണ് കേട്ടോ, കായംകുളത്ത് MSM കോളേജിൻ്റെ അവിടെ ആയിട്ടാണ് വീട്. ഇപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റ് 1-ാം കുറ്റിയുടെ അവിടെ ആയിട്ടാണ്. പിന്നെ ഫേവറേറ്റ് സോങ്, എനിക്ക് ഫേവറേറ്റ് സോങ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് കുറേ ഉണ്ട്, ഒരെണ്ണമായിട്ട് പറയാൻ എനിക്കറിയത്തില്ല. പവിഴമഴ എന്ന് പറഞ്ഞ സോങ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെന്തായിരുന്നു, മലയാളത്തിൽ എനിക്ക് എല്ലാ സോങ്ങും ഫേവറേറ്റാണ്. ഇച്ചിരി എനിക്ക് ലോഫി ടൈപ്പ് സോങ്സാണ്, സ്ലോ ആയിട്ടുള്ള സോങ്സാണ് കൂടുതലും ഇഷ്ടം. പിന്നെന്തുവാ, ഇംഗ്ലീഷ് സോങ്ങിലാണെങ്കിൽ നോക്കുമ്പം എനിക്ക് ലവ് മീ ലൈക്ക് യു ഡു ഇഷ്ടമാണ്. വൺ ലവ്, ബ്ലൂ, വനബി യുവേഴ്സ്, അതൊക്കെയാണ് എനിക്കിഷ്ടം, കൂടുതലും ഇഷ്ടം കേട്ടോ. ഫേവറേറ്റ് പേഴ്സൺ അങ്ങനെ പറയുമ്പോൾ എനിക്കങ്ങനെ ആരും ഇല്ല ഫേവറേറ്റ് പേഴ്സണായിട്ട്. എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറയുമ്പം എനിക്കിപ്പം അമ്മയെ പറയാം, അച്ഛനെ പറയാം, സിസ്റ്ററിനെ പറയാം, കസിൻസിനെ പറയാം, ഫ്രണ്ട്സിനെ പറയാം. അപ്പം എൻ്റെ ഫേവറേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ എനിക്കെല്ലാവരും ഒന്നാണ്. ഞാൻ പറഞ്ഞു ഫേവറേറ്റ് കസിൻ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരും 100% എത്ര ഇഷ്ടമാണെന്ന് വെച്ചാൽ 100% എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഫേവറേറ്റ് പേഴ്സൺ അങ്ങനെ പറയാൻ എനിക്കാരും ഇല്ല. അപ്പം പിന്നെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ അവളെനിക്ക് കൂടുതലും എൻ്റെ സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് കൂടുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്സ്, കസിൻസ്, ഫാമിലി, സിബ്ലിങ്സ്, എല്ലാവരും, ഫ്രണ്ട്സ്, ബെസ്റ്റീസ്, ഫാമിലി, പേരൻസ്, എല്ലാവരും ഉണ്ട്. അപ്പം എല്ലാവരും ഫേവറേറ്റാണ്. അപ്പോൾ അങ്ങനെയായിട്ട് എടുത്ത് പറയാനായിട്ട് ആരുമില്ല. പിന്നെ ഏപ്രിൽ അവളോടെല്ലാം പറയാറുണ്ട്. അപ്പം പിന്നെന്താ, ബെസ്റ്റ് ഫ്രണ്ട്സിനെ, അപ്പം എനിക്ക് ബോയ്സായിട്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാനായിട്ട് ക്രിസ്. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ക്രിസ്. അപ്പോൾ അവനും എൻ്റെ സ്കൂളിൽ തന്നെയാണ്, പിന്നെ എൻ്റെ പള്ളിയിലാണ്. അപ്പോൾ അങ്ങനെ അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബോയ്സിൽ. പിന്നെ ക്ലാസ്സിൽ ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് ഞങ്ങൾ ഗ്യാങ് ഉണ്ട് കേട്ടോ പള്ളിയിൽ. അപ്പം ഞങ്ങൾ ഗ്യാങ് ക്രിസ്, ഞാൻ, പിന്നെ മെർവിൻ, ഏപ്രിൽ, അങ്ങനെയൊക്കെ ഞങ്ങൾ ഗ്യാങ് ഉണ്ട്. അപ്പം
അങ്ങനെ ഇപ്പം എൻ്റെ പക്ഷേ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു വെച്ചാൽ അവനെ തന്നെ പറയത്തുള്ളൂ കേട്ടോ. ക്ലാസ്സിലുണ്ട് ആദിനാരായണൻ. അപ്പം അവന്മാരൊക്കെയാണ് പ്രാന്തി, അവരൊക്കെയാണ് അവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഇത് കൃഷ്ണൻ്റെ ബെസ്റ്റ് അങ്ങനെ ഫുൾ. അപ്പം അവൻ നല്ല കേട്ടോ, പാവം. എല്ലാ എണ്ണവും പാവങ്ങളാണ്, ഇച്ചിരി കുരുട്ട് ബുദ്ധിയതൊക്കെ എല്ലാത്തിനും ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്താണ്. ബെസ്റ്റ് കസിൻ ഫോർ എവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് കസിൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവരെയും പറയും, ബട്ട് കൂടുതലും ഏപ്രിലാണ്. ബെസ്റ്റ് ഫ്രണ്ട് ക്രിസ്സാണ്. ബെസ്റ്റ് ഫ്രണ്ട്സ് ആദിനാരായണൻ, പ്രാന്തി, അവരൊക്കെയാണ് അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എല്ലാ കണ്ടൻറ്റും യൂട്യൂബ് ചാനൽ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു കണ്ടൻറ്റ് മാത്രമായിട്ട് ആ ചാനലിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു ട്രെൻഡിൻ്റെ ടൈമിൽ നമുക്ക് ഈ കണ്ടൻറ്റ് ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. അപ്പോൾ വ്യൂസ് കുറയും, സബ്സ്ക്രൈബേഴ്സ് കുറയും, ലൈക്ക് കുറയും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടിട്ടാണ് എല്ലാ കണ്ടൻറ്റും എടുക്കുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്ന് റെവന്യൂ, അപ്പോൾ യൂട്യൂബിൽ നിന്ന് ഏൺ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിതുവരെ ഏൺ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചാനൽ ഇവിടെ പോയി. ഇപ്പോൾ ഈ സെക്കൻഡ് ചാനലാണ് നമുക്ക് ഏൺ ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴേ കിട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ കിട്ടുമ്പോൾ ഞാൻ അറിയിക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഫ്രണ്ട് സിസ്റ്ററിനെ കാണിച്ചു തരാം. ഇതാണ് സിസ്റ്റർ. അപ്പോൾ ആളുടെ ബർത്ത്ഡേ ആണെങ്കിൽ അപ്പോൾ ആൾ റെഡി ആയിട്ടിരിക്കുക. അപ്പം എൻ്റെ ഗസ്റ്റൊക്കെ വരാം, കുറച്ച് റെഡി ആയിട്ടിരിക്കുക അല്ലയോ. ഹാപ്പി ബർത്ത്ഡേ ടു. അപ്പം അപ്പോഴാണെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എന്തെല്ലാം ചേഞ്ചസ് ആണ്. എനിക്ക് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ വരാൻ തുടങ്ങി. ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലുള്ള കാര്യം പകുതി എടുത്ത് പുറത്ത് വെക്കുന്ന പോലെ തോന്നുന്നുണ്ട്. മനസ്സൊന്ന് റിലീഫാവുന്ന പോലെ തോന്നുന്നു. നല്ല കൂൾ ആൻഡ് കാം ആവുന്ന പോലെ തോന്നുന്നുണ്ട്. നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഓരോ കമൻറ്റും എല്ലാം കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. എനിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല, ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ ഇങ്ങനെ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. പിന്നെ എനിക്ക് ഏണിങ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ചോദിച്ചിട്ടുണ്ടെന്നല്ല, ഇപ്പം ഞാൻ പറയാം. നമുക്കിപ്പോൾ ഏൺ നമുക്ക് ക്യാഷ് ഇപ്പം കിട്ടിയില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ടല്ലയോ നമ്മൾ യൂട്യൂബിൽ ഇത്ര ഹാർഡ് വർക്ക് ചെയ്ത് വീഡിയോ ഇടുന്നത്, അങ്ങനെയൊക്കെ. അപ്പം അതങ്ങനെയൊന്നുമില്ല. ക്യാഷ് കിട്ടിയില്ലെങ്കിലും നമ്മുടെ വീഡിയോ ഇടും. കാരണം ഇപ്പം ഡാൻസും റീൽസാണ് ഞാൻ എൻ്റെ ചാനലിൽ കൂടുതലും ഇടാറുള്ളത്. അപ്പം അതിൻ്റെ ഒരു എൻ്റെ മനസ്സിലൊരിതിന് വേണ്ടിയിട്ട് ഒരു റിലീഫ് ആവാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു ലൈഫ് പരിചയപ്പെടുത്തി തരാനും അങ്ങനെയൊക്കെ എനിക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഒക്കെ ഇടുന്നത്. എനിക്ക് സന്തോഷം തോന്നുന്നു, നല്ല സന്തോഷം തോന്നുന്നു വീഡിയോ ഒക്കെ ഇടുമ്പം. അപ്പം അതിൻ്റെയൊക്കെയാണ് വീഡിയോ ഒക്കെ ഇടുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് വീഡിയോ ഇടുന്നത്. എനിക്ക് ഒന്നും കിട്ടിയാലും കുഴപ്പമില്ല, എനിക്ക് വീഡിയോ ഇടുന്നത് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ചാനലിൽ പോയപ്പോൾ പോട്ടെന്ന് വെക്കട്ടെ, സെക്കൻഡ് ചാനൽ തുടങ്ങണ്ട, അങ്ങനെയൊക്കെ അറിയാം. എത്രത്തോളം തുടങ്ങുമോ. അപ്പം ഒന്നും സപ്പോർട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യണം. എപ്പോഴും ആദ്യം നമുക്കൊരു വിഷമം വരും, പിന്നെ അതൊരു ഹാപ്പിനെസ് ആയിട്ട് മാറും. ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സർപ്രൈസ് നമ്മുടെ ലൈഫിൽ കയറി വരുമെന്ന് പറയത്തില്ലേ. ഇപ്പം ഭയങ്കര നമ്മൾ ശരിക്കും സപ്പോർട്ടില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയും. കുറച്ച് കഴിയുമ്പോൾ സന്തോഷം വരും. സപ്പോർട്ടായാലും എല്ലാവരും കൂടി സന്തോഷം വരും. അപ്പം അങ്ങനെയാണ്. പിന്നെന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചിട്ടെ. കുറേ പേര് പറഞ്ഞു, കുറേ പേര് കമൻറ്റ് ഇടാതെ പോകുന്നുണ്ട്, ലൈക്കൊന്നും ഇടാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറയുന്നതാണ്, കണ്ടോ പക്ഷെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ഇട്ടിട്ട് പോയാൽ മതി, അല്ലെങ്കിൽ കാണിക്കണം. ഇവക്ക് എന്തോ കറക്റ്റായിട്ട് പറയേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലായില്ല. അപ്പം നിങ്ങൾ വീഡിയോ കണ്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
ഒരു ഡബിൾ ക്ലിക്ക് ചെയ്താൽ സൈഡ് ഒരു 1 ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈക്ക് ആവുമല്ലോ. അപ്പോൾ കുഴപ്പമില്ല, നിങ്ങൾ ലൈക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി, ഒരു ഇഷ്ടപ്പെട്ടാൽ മതി. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൈക്ക് ചെയ്താൽ മതി. അവളങ്ങനെ വെള്ളം പറയാതെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. വീഡിയോ ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഫോൺ നോക്കുമായിരുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഫ്രണ്ട്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗീവ് അവേ. അപ്പോൾ നമുക്ക് ആദ്യം ചാനലിൽ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഗീവ് അവേ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സപ്പോർട്ട് വേണം. സപ്പോർട്ട് ചെയ്താൽ നമുക്ക് ഗീവ് അവേ ഒക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഗീവ് അവേ നമ്മൾ ചെയ്യും കേട്ടോ. നമുക്ക് എത്രത്തോളം സബ്സ്ക്രൈബേഴ്സ് ആവുമോ നമ്മൾ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ കമൻറ്റ് നമ്മളെ ഫാമിലി ഫ്രണ്ട്സാണ് കൂടുതലും കമൻറ്റ് ഇടാറുള്ളത്. കൂടുതലും സിസ്റ്റർ, അവൾ എപ്പോഴും കമൻറ്റ് ഇടും, ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളൂ. എനിക്കിനി വേറെ വീഡിയോസിന് വേണ്ടി ടോപ്പിക്ക് നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.